ഹേ ഡിയേഴ്സ്, വെൽക്കം ടു സ്ലീപ് ടെയിൽസ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2016 പുറത്തിറങ്ങിയ ഡിസ്നിയുടെ സൂട്ടോപ്പിയ. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ മികച്ച ആനിമേഷൻ സിനിമകളിൽ ഒന്നാണ്. വേട്ടമൃഗങ്ങളും ഇരമൃഗങ്ങളും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു അത്ഭുത നഗരത്തിൽ നടക്കുന്ന ദുരൂഹ സംഭവങ്ങളാണ് ഈ സിനിമയുടെ പ്രമേയം. ഇപ്പോൾ കൂടുതൽ സമയം കളയാതെ സൂട്ടോപ്പിയയുടെ മുഴുവൻ കഥയിലേക്ക് കടക്കാം. സൂട്ടോപ്പിയ എന്ന അത്ഭുത നഗരത്തിലേക്കാണ് കഥ ആരംഭിക്കുന്നത്. എല്ലാ മൃഗങ്ങളും അവരുടെ പഴയ വന്യ സ്വഭാവം ഉപേക്ഷിച്ച് ഒരുമിച്ച് സമാധാനത്തോടെ ജീവിക്കുന്ന നഗരമായാണ് സൂട്ടോപ്പിയ അറിയപ്പെടുന്നത്. എന്നാൽ പുറമേ കാണുന്ന ആ സമാധാനത്തിന് പിന്നിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ഗൂഢാലോചന പതുക്കെ രൂപം കൊണ്ടിരിക്കുകയായിരുന്നു. സ്വന്തം കഴിവ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുതുമുഖ മുയൽ പോലീസ് ഓഫീസറും ദുരൂഹമായ ഭൂതകാലം ഒളിപ്പിച്ചു വെച്ച ഒരു കുറുക്കനും യാതൊരു കാരണവുമില്ലാതെ പെട്ടെന്ന് ക്രൂരരായി മാറുന്ന വേട്ടമൃഗങ്ങളും ഇവരെല്ലാം ചേർന്ന് നഗരത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയായിരുന്നു. സ്വപ്നങ്ങളിൽ നിന്ന് നെട്ടിക്കുന്ന സത്യങ്ങളിലേക്ക് എത്തുന്ന ഒരു യാത്രയാണിത്. അഴിമതി, വഞ്ചന, ഭയം, നീതിക്കായുള്ള പോരാട്ടം എന്നിവ നിറഞ്ഞ ഈ കഥയിൽ ചെറിയ ഒരു മുയൽ എങ്ങനെ മുഴുവൻ നഗരത്തിനു വേണ്ടി പോരാടി എന്നതാണ് സൂട്ടോപ്പിയയുടെ കഥ. സൂട്ടോപ്പിയയിൽ വേട്ടമൃഗങ്ങളും ഇരമൃഗങ്ങളും ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എന്നാൽ ആ സമാധാനത്തിന് പിന്നിൽ ഇപ്പോഴും ഒളിഞ്ഞുകിടക്കുന്ന ഭയവും വിവേചനവും നിലനിൽക്കുന്നുണ്ട്. ബണ്ണി ബറോ എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നുള്ള ജോഡി ഹോപ്സ് എന്ന മുയലിന് ചെറുപ്പം മുതലേ ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. സൂട്ടോപ്പിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആദ്യത്തെ മുയൽ പോലീസ് ഓഫീസർ ആകുക എന്നത്. പക്ഷേ ആ സ്വപ്നം കേട്ട് എല്ലാവരും അവളെ പരിഹസിച്ചു. ഇത്രയും ചെറിയ ഒരു മുയലിന് പോലീസ് ഓഫീസർ ആകാൻ കഴിയില്ലെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. എന്നാൽ ജൂഡി ഒരിക്കലും പിന്മാറിയില്ല. കഠിനാധ്വാനവും നിരന്തര പരിശീലനവും ആത്മവിശ്വാസവും കൊണ്ട് അവൾ സൂട്ടോപ്പിയ പോലീസ് അക്കാദമിയിൽ നിന്ന് വിജയകരമായി ബിരുദം നേടി. മകളുടെ നേട്ടത്തിൽ മാതാപിതാക്കൾ അഭിമാനിച്ചെങ്കിലും വലിയ നഗരത്തിലെ അപകടങ്ങളെക്കുറിച്ചുള്ള അവരുടെ ആശങ്ക മാറിയിരുന്നില്ല. എന്നിരുന്നാലും ജൂഡി തന്റെ ജീവിതകാലം മുഴുവൻ സ്വപ്നം കണ്ട നഗരമായ സൂട്ടോപ്പിയയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ എത്തിയപ്പോൾ നഗരം അവളെ അത്ഭുതപ്പെടുത്തി. മഞ്ഞുമൂടിയ പ്രദേശങ്ങളും ഉഷ്ണമേഖലകളും മഴക്കാടുകളും മരുഭൂമി പോലുള്ള മേഖലകളും ഉൾപ്പെടെ ഓരോ ജീവിവർഗത്തിനും അനുയോജ്യമായ വ്യത്യസ്ത പ്രദേശങ്ങൾ അവിടെ ഒരുക്കിയിരുന്നു. എന്നാൽ അവളുടെ സ്വപ്ന ജീവിതം പ്രതീക്ഷിച്ചതുപോലെ ആരംഭിച്ചില്ല. ജോലിയുടെ ആദ്യ ദിവസം തന്നെ പോലീസ് ചീഫ് ബോഗോ എല്ലാ പ്രധാന കേസുകളും പരിചയസമ്പന്നരായ ഓഫീസർമാർക്ക് നൽകി. ജോഡിക്ക് ലഭിച്ചതാകട്ടെ പാർക്കിംഗ് ടിക്കറ്റുകൾ എഴുതുന്ന ജോലി മാത്രം. കുറ്റവാളികളെ പിടിക്കണമെന്ന സ്വപ്നവുമായി എത്തിയ അവൾക്ക് ദിവസം മുഴുവൻ വാഹനങ്ങൾക്ക് പിഴ ഇടേണ്ടി വന്നു. എന്നിരുന്നാലും ജൂഡി നിരാശപ്പെട്ടില്ല. ഏത് ജോലിയായാലും ആത്മാർത്ഥമായി ചെയ്യാമെന്ന് തീരുമാനിച്ച അവൾ ഉച്ചയാകുന്നതിന് മുമ്പ് തന്നെ 200-ലധികം പാർക്കിംഗ് ടിക്കറ്റുകൾ എഴുതി തന്റെ ആത്മാർത്ഥത തെളിയിച്ചു. അതിനിടെയാണ് അവൾ നിക് വൈൽഡ് എന്ന ചതിയനായ കുറുക്കനെ പരിചയപ്പെടുന്നത്. തന്റെ ചെറിയ പങ്കാളിയായ ഫിന്നിക്കിനൊപ്പം ആളുകളെ കബളിപ്പിച്ചാണ് നിക്ക് ജീവിച്ചിരുന്നത്. അവന്റെ കഥ വിശ്വസിച്ച ജൂഡി അറിയാതെ അവന്റെ തട്ടിപ്പിന് സഹായം ചെയ്യുകയും ചെയ്തു. അപ്പോഴാണ് സൂട്ടോപ്പിയ പുറത്തു കാണുന്നത് പോലെ പൂർണ്ണമായ ഒരു നഗരമല്ലെന്നും വിശ്വസിക്കുന്നവരെ ചൂഷണം ചെയ്യുന്നവരും അവിടെ ധാരാളമുണ്ടെന്നും ജൂഡിക്ക് മനസ്സിലാകുന്നത്. അടുത്ത ദിവസം പാർക്കിംഗ് ഡ്യൂട്ടിക്കിടെയാണ് ഡ്യൂക്ക് വീസൽട്ടൺ എന്ന വീസൽ ചില ദുരൂഹമായ പൂക്കളുടെ ബൾബുകൾ മോഷ്ടിച്ച് ഓടുന്നത് ജൂഡി കാണുന്നത്. ഒരു നിമിഷം പോലും വൈകാതെ അവൾ അവനെ പിന്തുടരുകയും നഗരത്തിലുടനീളമുള്ള ആവേശകരമായ ഓട്ടത്തിനൊടുവിൽ അവനെ പിടികൂടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ ധൈര്യത്തിന് അഭിനന്ദനം ലഭിക്കേണ്ടിടത്ത് ചീഫ് ബോഗോ വീണ്ടും അവളെ ശകാരിച്ചു. തന്റെ ചുമതല ഉപേക്ഷിച്ച് കുറ്റവാളിയെ പിന്തുടർന്നതിനാണ് അദ്ദേഹം കോപിച്ചത്. അതോടെ ജൂഡിയുടെ പരിശ്രമത്തിന് വീണ്ടും അംഗീകാരമൊന്നും ലഭിച്ചില്ല. അതിനിടെയാണ് മിസ്സിസ് ഓട്ടർട്ടൺ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തി സഹായം അഭ്യർത്ഥിക്കുന്നത്. കുറച്ചു ദിവസങ്ങളായി കാണാതായ നിരവധി വേട്ടമൃഗങ്ങളിൽ ഒരാളായ തന്റെ ഭർത്താവ് എമ്മറ്റ് ഓട്ടർട്ടണിനെ കണ്ടെത്തണമെന്നാണ് അവരുടെ അപേക്ഷ. എന്നാൽ ഈ കേസ് ഏറ്റെടുക്കാൻ ആരും തയ്യാറായില്ല. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ജൂഡി തന്നെ ഈ ദൗത്യം ഏറ്റെടുക്കാൻ മുന്നോട്ട് വന്നു. ജൂഡിയുടെ ഈ നീക്കം ചീഫ് ബോഗോയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. എന്നാൽ അസിസ്റ്റന്റ് മേയർ ബെൽവെദർ ജൂഡിയെ പിന്തുണച്ചതോടെ നിർബന്ധിതനായി ബോഗോ അവൾക്ക് കേസ് അനുവദിച്ചു. പക്ഷേ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. 48 മണിക്കൂറിനുള്ളിൽ കേസ് പരിഹരിക്കണം. അതിൽ പരാജയപ്പെട്ടാൽ അവൾ പോലീസ് ജോലിയിൽ നിന്നും രാജിവെക്കേണ്ടി വരും. തന്റെ കൈവശമുള്ള ഏക സൂചന നിക് വൈൽഡ് ആണെന്ന് മനസ്സിലാക്കിയ ജൂഡി അവനെ സമീപിച്ചു. നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട അവന്റെ കുറ്റസമ്മതത്തിന്റെ രഹസ്യ റെക്കോർഡിംഗ് ഉപയോഗിച്ച് അവനെ സഹായിക്കാൻ നിർബന്ധിതനാക്കി. അങ്ങനെ ഇഷ്ടമില്ലാതെയാണെങ്കിലും നിക് ജൂഡിയുടെ അന്വേഷണത്തിൽ പങ്കാളിയായി. ഇരുവരും ചേർന്ന് ഓട്ടർട്ടണുമായി ബന്ധപ്പെട്ട ഒരു ലിമോസിന്റെ വിവരങ്ങൾ അന്വേഷിച്ചു. ആ വാഹനം നഗരത്തിലെ ഏറ്റവും ശക്തനായ കൂറ്റ ലോകതലവനായ മിസ്റ്റർ ബിഗിന്റേതാണെന്ന് അവർ കണ്ടെത്തി. വലിപ്പത്തിൽ വളരെ ചെറിയ ഒരു ആർട്ടിക് ഷ്രൂ ആയിരുന്നെങ്കിലും നഗരത്തിലെ എല്ലാവരും അദ്ദേഹത്തെ ഭയപ്പെട്ടിരുന്നു. മിസ്റ്റർ ബിഗ് പറഞ്ഞത് പ്രകാരം എമ്മറ്റ് ഓട്ടർട്ടൺ പെട്ടെന്ന് നിയന്ത്രണം വിട്ട് ക്രൂര സ്വഭാവത്തിലേക്ക് മാറുകയും തന്റെ ഡ്രൈവറായ മഞ്ചാസിനെ ആക്രമിക്കുകയും ചെയ്ത ശേഷം അപ്രത്യക്ഷനാവുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ജൂഡിയുടെയും നിക്കിന്റെയും മനസ്സിൽ കുടുങ്ങി നിന്നു: സവേജ്. ആ വാക്ക് തന്നെയാണ് അന്വേഷണത്തിന്റെ ഏറ്റവും നിർണായകമായ സൂചനയായി മാറിയത്. അവർ ഉടൻ തന്നെ ഡ്രൈവറായ കറുത്ത ജാഗാർ മഞ്ചാസിനെ കണ്ടെത്തി. ഭയന്നിരുന്ന മഞ്ചാസ് ഓട്ടർട്ടൺ ആക്രമിക്കുന്നതിന് മുമ്പ് നൈറ്റ് ഹൗളേഴ്സ് എന്നൊന്നിനെ കുറിച്ച് ആവർത്തിച്ച് പറയുകയായിരുന്നുവെന്ന് വെളിപ്പെടുത്തി. എന്നാൽ സംഭാഷണം അവസാനിക്കുന്നതിന് മുമ്പേ മഞ്ചാസും പെട്ടെന്ന് ക്രൂരനായി മാറി. നിയന്ത്രണം നഷ്ടപ്പെട്ട അവൻ ജൂഡിയെയും നിക്കിനെയും കാട്ടിലൂടെ പിന്തുടരാൻ തുടങ്ങി. എന്നാൽ പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും മഞ്ചാസ് അവിടെ നിന്ന് ദുരൂഹമായി അപ്രത്യക്ഷനായിരുന്നു. വീണ്ടും ചീഫ് ബോഗോ സ്ഥലത്തെത്തി അന്വേഷണം പരാജയപ്പെട്ടുവെന്ന് പറഞ്ഞ് ജൂഡിയുടെ ജോലി അവസാനിപ്പിക്കാൻ അദ്ദേഹം ഒരുങ്ങി. പക്ഷേ ജൂഡിക്ക് അനുവദിച്ചിരുന്ന സമയപരിധിയിൽ ഇനിയും 10 മണിക്കൂർ ബാക്കിയുണ്ടെന്ന് നിക് ഓർമ്മിപ്പിച്ചു. അതോടെ അന്വേഷണം തുടരാൻ അവൾക്ക് അവസാന അവസരം ലഭിച്ചു. ആ സമയത്താണ് നിക് തന്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ അനുഭവം ജൂഡിയോട് തുറന്നു പറയുന്നത്. കുട്ടിക്കാലത്ത് ജൂനിയർ റേഞ്ചർ സംഘത്തിൽ ചേരാൻ ശ്രമിച്ചപ്പോൾ കുറുക്കനാണെന്ന ഒറ്റ കാരണം പറഞ്ഞ് മറ്റു കുട്ടികൾ അവനെ അപമാനിക്കുകയും വായിൽ മൂക്ക് കെട്ടുകയും ചെയ്തിരുന്നു.
ആ ദിവസം മുതൽ ലോകം തന്നെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ ജീവിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. എല്ലാവരും തന്നെ ചതിയനും വിശ്വസിക്കാനാവാത്ത കുറുക്കനുമായാണ് കാണുന്നുവെങ്കിൽ അതുതന്നെയാണ് തന്റെ ജീവിതമെന്നും അവൻ വിശ്വസിച്ചു. അങ്ങനെ അവരുടെ അന്വേഷണം ഒരു കാണാതായ മൃഗത്തിന്റെ കേസ് മാത്രമല്ലാതെ സമൂഹത്തിൽ വർഷങ്ങളായി നിലനിന്നിരുന്ന വിവേചനത്തിന്റെയും മുൻവിധികളുടെയും ആഴത്തിലേക്ക് കടക്കാൻ തുടങ്ങി. ബെൽവദറിന്റെ സഹായത്തോടെ ജൂഡിയും നിക് വൈൽഡും നഗരത്തിലെ ട്രാഫിക് ക്യാമറകളിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചു. മഞ്ചാസിനെ തട്ടിക്കൊണ്ടുപോയ ചെന്നായ്ക്കളെ അവർ തിരിച്ചറിഞ്ഞു. അവരുടെ പാത പിന്തുടർന്ന ഇരുവരും നഗരത്തിലെ പുറത്തുള്ള ഒരു രഹസ്യ മാനസികാരോഗ്യ കേന്ദ്രത്തിലെത്തി. അവിടെ കണ്ട കാഴ്ച അവരെ ഞെട്ടിച്ചു. കാണാതായ എല്ലാ വേട്ടമൃഗങ്ങളെയും അവിടെ രഹസ്യമായി അടച്ചു വെച്ചേക്കുകയായിരുന്നു. അവരിൽ ഓരോരുത്തരും പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെട്ട് വന്യമൃഗങ്ങളെ പോലെ പെരുമാറുകയായിരുന്നു. ഈ രഹസ്യ കേന്ദ്രത്തിന് പിന്നിൽ മറ്റാരുമല്ല, നഗരത്തിന്റെ മേയറായ ലയൺഹാർട്ട് ആണെന്ന് അവർ കണ്ടെത്തി. എന്തുകൊണ്ടാണ് വേട്ടമൃഗങ്ങൾ ഇങ്ങനെ ക്രൂരരാകുന്നതെന്ന് കണ്ടെത്താൻ അദ്ദേഹം രഹസ്യമായി അന്വേഷണം നടത്തുകയായിരുന്നു. നഗരത്തിൽ ഭീതി പടരാതിരിക്കാനാണ് ഇതെല്ലാം മറച്ചുവെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ജൂഡിയും നിക്കും തെളിവുകൾ ശേഖരിച്ച് മാധ്യമങ്ങളെയും പോലീസിനെയും വിവരമറിയിച്ചു. അതോടെ ലയൺഹാർട്ട് അറസ്റ്റിലായി. അദ്ദേഹത്തിന് പകരം ബെൽവദർ പുതിയ മേയറായി സ്ഥാനമേറ്റു. എല്ലാം അവസാനിച്ചുവെന്ന് എല്ലാവരും കരുതി. ജൂഡി ഒരു രാത്രി കൊണ്ട് നഗരത്തിലെ നായികയായി മാറി. നിക് ഔദ്യോഗികമായി പോലീസ് ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ ചേരാനുള്ള അവസരവും ലഭിച്ചു. എന്നാൽ വാർത്താ സമ്മേളനത്തിനിടെ ജൂഡി നടത്തിയ ഒരു പരാമർശം എല്ലാം തലകീഴായി മാറ്റിമറിച്ചു. വേട്ടമൃഗങ്ങൾ അവരുടെ ജീവശാസ്ത്രപരമായ സ്വഭാവം കൊണ്ടായിരിക്കാം ഇങ്ങനെ ക്രൂരരാകുന്നതെന്ന് അവൾ സൂചിപ്പിച്ചു. ആ വാക്കുകൾ നഗരമൊട്ടാകെ വലിയ ഭീതി സൃഷ്ടിച്ചു. ഇരമൃഗങ്ങൾ വേട്ടമൃഗങ്ങളെ സംശയത്തോടെ കാണാൻ തുടങ്ങി. വർഷങ്ങളായുള്ള സൗഹൃദങ്ങൾ തകർന്നു. വിവേചനവും ഭയവും വീണ്ടും സമൂഹത്തിലാകെ പടർന്നു. ജൂഡി തന്നെ വ്യത്യസ്തമായി കാണുന്നുവെന്ന് വിശ്വസിച്ചിരുന്ന നിക് അതിൽ ഏറെ വേദനിച്ചു. അവൻ നിരാശയോടെ അവളിൽ നിന്ന് അകന്നുപോയി. സ്വന്തം തെറ്റ് മനസ്സിലാക്കിയ ജൂഡി പോലീസ് ജോലി ഉപേക്ഷിച്ച് ബണ്ണി ബറോയിലുള്ള മാതാപിതാക്കളുടെ ഫാമിലേക്ക് മടങ്ങി. ഒരു ദിവസം മാതാപിതാക്കളോടൊപ്പം പച്ചക്കറികൾ വിൽക്കുന്നതിനിടയിൽ നൈറ്റ് ഹൗളേഴ്സ് എന്ന പേരിനെ കുറിച്ചുള്ള ഒരു സംഭാഷണം അവൾ കേട്ടു. അപ്പോഴാണ് യഥാർത്ഥ സത്യം അവൾ മനസ്സിലാക്കിയത്. നൈറ്റ് ഹൗളേഴ്സ് എന്നത് ചെന്നായ്ക്കളല്ല, മിഡ് നൈറ്റ് ഹൗളർ എന്ന വിഷമുള്ള ഒരു ചെടിയുടെ പൂവാണത്. ആ പൂവിന്റെ വിഷം ശരീരത്തിൽ പ്രവേശിച്ചാൽ ഏത് മൃഗവും നിയന്ത്രണം നഷ്ടപ്പെടുത്തി ക്രൂരമായി പെരുമാറും. അതിനർത്ഥം വേട്ടമൃഗങ്ങൾ സ്വാഭാവികമായി ക്രൂരരാകുന്നതല്ല, ആരോ മനഃപൂർവ്വം ഈ വിഷം ഉപയോഗിച്ച് അവരെ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. സത്യം തിരിച്ചറിഞ്ഞ ജോഡി ഉടൻ സൂട്ടോപ്പിയയിലേക്ക് മടങ്ങി. നിക്കിനോട് ആത്മാർത്ഥമായി മാപ്പ് പറയുകയും ഇരുവരും വീണ്ടും ഒന്നിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഡ്യൂക്ക് വീസൽട്ടണിനെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ നൈറ്റ് ഹൗളർ പൂക്കളുടെ ബൾബുകൾ ഡക്ക് എന്ന ആടിനു വേണ്ടിയാണ് താൻ മോഷ്ടിച്ചതെന്ന് അവൻ സമ്മതിച്ചു. നഗരത്തിലെ ഭൂഗർഭ റെയിൽവേ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു രഹസ്യ ലാബിലേക്കാണ് ആ പൂക്കൾ എത്തിച്ചിരുന്നതെന്നും അവൻ വെളിപ്പെടുത്തി. ഡ്യൂക്ക് പറഞ്ഞ വിവരങ്ങൾ പിന്തുടർന്ന് ജൂഡിയും നിക്കും ഭൂഗർഭ ലാബിലെത്തി. അവിടെ ഡക്കും കൂട്ടാളികളും നൈറ്റ് ഹൗളർ പൂക്കളിൽ നിന്ന് വിഷസാരം വേർതിരിച്ച് ട്രാങ്കിലൈസർ ഡാർട്ടുകളിലാക്കി തയ്യാറാക്കുകയായിരുന്നു. ആ ഡാർട്ടുകൾ ഉപയോഗിച്ചാണ് നഗരത്തിലെ വേട്ടമൃഗങ്ങളെ രഹസ്യമായി ആക്രമിച്ച് അവരെ ക്രൂരരാക്കി മാറ്റിയിരുന്നത്. ഡഗ്ഗിനെയും സംഘത്തെയും പിന്തുടർന്ന ഇരുവരും ആവേശകരമായ ഒരു പിന്തുടരൽ രംഗത്തിനൊടുവിൽ വിഷം നിറച്ച ഒരു ഡാർട്ട് തെളിവായി കൈവശപ്പെടുത്തി. എല്ലാ തെളിവുകളുമായി അവർ നേരെ മേയർ ബെൽവദറിനെ സമീപിച്ചു. എന്നാൽ അവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വെളിപ്പെടുന്നത്. ഇതെല്ലാം ആസൂത്രണം ചെയ്ത യഥാർത്ഥ കുറ്റവാളി മറ്റാരുമല്ല, ബെൽവദർ തന്നെയായിരുന്നു. വേട്ടമൃഗങ്ങളെ മനഃപൂർവ്വം ക്രൂരരാക്കി ഇരമൃഗങ്ങളിൽ ഭയം സൃഷ്ടിച്ച് അധികാരത്തിലേക്ക് ഉയരുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. ഭയമാണ് ജനങ്ങളെ ഏറ്റവും എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന ആയുധമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. സത്യം മനസ്സിലാക്കിയ ബെൽവദർ ജൂഡിയെയും നിക്കിനെയും മ്യൂസിയത്തിനുള്ളിൽ കുടുക്കി. നിക്കിന് നേരെ ഒരു ട്രാങ്ക്യുലൈസർ ഡാർട്ട് വെടിവെച്ച് അവനെ ക്രൂരനാക്കാൻ അവൾ ശ്രമിച്ചു. പക്ഷേ അവൾക്കറിയാതെ ഒരു കാര്യം സംഭവിച്ചിരുന്നു. ആ ഡാർട്ടിനുള്ളിലെ വിഷസാരത്തിന് പകരം ജൂഡിയും നിക്കും ബ്ലൂബെറി ജ്യൂസാണ് നിറച്ചിരുന്നത്. അതിനാൽ നിക് ക്രൂരനായി അഭിനയിക്കുകയായിരുന്നു. ബെൽവദർ എല്ലാം തുറന്നു പറഞ്ഞ നിമിഷം അവളുടെ ഓരോ വാക്കും രഹസ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ടു. സ്വന്തം കുറ്റങ്ങൾ അവൾ തന്നെ സമ്മതിച്ചതോടെ രക്ഷപ്പെടാൻ ഒരു വഴിയും അവൾക്കുണ്ടായില്ല. അല്പസമയത്തിനകം പോലീസ് എത്തി ബെൽവദറിനെയും അവളുടെ സംഘത്തെയും അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായിരുന്ന മുൻ മേയർ ലയൺഹാർട്ട് തന്റെ പ്രവൃത്തിയെക്കുറിച്ച് ഒരു കാര്യം മാത്രം പറഞ്ഞു. ശരിയായ ഉദ്ദേശത്തിനു വേണ്ടി തെറ്റായ മാർഗം സ്വീകരിച്ചുവെന്നാണ് അദ്ദേഹം വിശ്വസിച്ചത്. അതേസമയം നൈറ്റ് ഹൗളർ വിഷബാധയേറ്റ എല്ലാ വേട്ടമൃഗങ്ങൾക്കും ചികിത്സ ലഭിക്കുകയും അവർ സാധാരണ നിലയിലേക്ക് മടങ്ങുകയും ചെയ്തു. നഗരത്തിൽ വീണ്ടും സമാധാനം പതുക്കെ തിരിച്ചെത്താൻ തുടങ്ങി. ജൂഡിയെ വീണ്ടും സുട്ടോപ്പിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിയിൽ തിരിച്ചെടുത്തു. 9 മാസങ്ങൾക്ക് ശേഷം നിക് വൈൽഡ് പോലീസ് അക്കാദമിയിൽ നിന്നും വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി. സുട്ടോപ്പിയയിലെ ആദ്യത്തെ കുറുക്കൻ പോലീസ് ഓഫീസറായി അവൻ ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ ചെയ്തു. അങ്ങനെ ജൂഡിയും നിക്കും ഒരേ ടീമിലെ പങ്കാളികളായി വീണ്ടും ഒന്നിച്ചു. ഇത്തവണ അവർ വെറും സുഹൃത്തുക്കൾ മാത്രമല്ല, പരസ്പരം പൂർണ്ണമായി വിശ്വസിക്കുന്ന പോലീസ് ഓഫീസർമാരുമായിരുന്നു. അവസാനമായി ജൂഡി എല്ലാവരോടും ഒരു പ്രധാന സന്ദേശം പങ്കുവെക്കുന്നു. യഥാർത്ഥ മാറ്റം സ്വപ്നങ്ങൾ കാണുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകില്ല, അതിനായി ധൈര്യവും പരിശ്രമവും ശരിയായ തീരുമാനങ്ങളും ആവശ്യമാണ്. അതിനുശേഷം ജൂഡിയും നിക്കും പതിവ് പോലെ തമാശ പറഞ്ഞുകൊണ്ട് ഒരു സ്പീഡറെ പിന്തുടരുന്നു. അവരുടെ പുതിയ ജീവിതവും പുതിയ യാത്രയും അവിടെ നിന്ന് ആരംഭിക്കുന്നു. അങ്ങനെ ചെറിയ മൃഗങ്ങളുടെ ലോകത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഒരു ആനിമേഷൻ സിനിമ മാത്രമല്ല സൂട്ടോപ്യ. വിവേചനം, മുൻവിധികൾ, അഴിമതി, അധികാരത്തിന്റെ ദുരുപയോഗം, സമത്വത്തിനായുള്ള പോരാട്ടം എന്നിവയെ അതീവ ശക്തമായി അവതരിപ്പിക്കുന്ന ഒരു കഥ കൂടിയാണിത്. ജോഡി ഹോപ്സ് തന്റെ വലുപ്പമല്ല, തന്റെ ആത്മവിശ്വാസമാണ് ഒരാളെ വലിയവനാക്കുന്നതെന്ന് തെളിയിക്കുന്നു. അതുപോലെ നിക് വൈൽഡ് സമൂഹം നമ്മെ എങ്ങനെ കാണുന്നു എന്നതല്ല, നമ്മൾ ആരാകാൻ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് യഥാർത്ഥ വ്യക്തിത്വം എന്ന് തെളിയിക്കുന്നു. അങ്ങനെ പ്രതീക്ഷയും ധൈര്യവും സമ്മതത്തിന്റെ സന്ദേശവും സമ്മാനിച്ചുകൊണ്ട് സൂട്ടോപ്യ തന്റെ കഥ മനോഹരമായി സമാപിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള മലയാളം മൂവി എക്സ്പ്ലനേഷൻ വീഡിയോകൾക്കായി സ്ലീപ്പിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മികച്ചൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.